കെഎസ്ആർടിസി പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് പിന്നാലെ വരുമാന ചോർച്ചയിൽ നട്ടം തിരിയുന്ന സ്വകാര്യ ബസ് മേഖല സമരത്തിലേക്ക് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമെങ്കിലും അതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് ഉടമകൾ പറയുന്നു. ഓരോ ബസ്സിനും വരുമാനത്തിൽ ദിവസേന ശരാശരി 3000-ഓളം രൂപയുടെ ഇടിവ്. ആളുകളില്ലാതെ ഓടിയാലും ഇന്ധനം ഉൾപ്പെടെ അനുബന്ധ ചെലവുകളിൽ കുറവില്ല. തൊഴിലാളികൾക്കുള്ള കൂലി പോലും പൂർണ്ണമായും നൽകാനാകാതെ വരുമ്പോൾ ഫോം നൽകി ബസ് കയറ്റിയിടുക മാത്രമാണ് പോം വഴി. പക്ഷേ അതിനും ചിലവുണ്ട്. 3 മാസം ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും ആകാതെ നിർത്തിയിട്ട് പിന്നീട് പുറത്തിറക്കുമ്പോൾ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ വലിയ ബാധ്യത വരും. ദിവസേനയുള്ള വരുമാന ചോർച്ച എങ്ങനെ മറികടക്കുമെന്നതിൽ ബസ് ഉടമകൾ ആശങ്കയിലുമാണ്. ദൈനംദിനമായിട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ നിന്ന് അങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ തൊഴിലാളികളുടെ നിങ്ങൾ സംസാരിച്ച് നോക്ക്. തൊഴിലാളികൾക്കെല്ലാം പകുതി ശമ്പളം പണിയാണ്. 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസ സമരം നടത്തുകയാണ്. ആ ഉപവാസ സമരം കൊണ്ട് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ തൊഴിലാളി കുടുംബങ്ങളും ഉടമ കുടുംബങ്ങളും അവിടെ കുടില് കെട്ടി താമസിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് എത്തും. ബസ് നിശ്ചലമാകും. സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നികുതി ഇളവ് സർക്കാർ തന്നില്ലേ എന്ന മറുചോദ്യം ചോദിക്കുന്നവരുണ്ടെന്നും പക്ഷേ ആ തുക കണക്കാക്കുമ്പോൾ പ്രതിദിനം 150 രൂപയുടെ ആനുകൂല്യം മാത്രമേ ആകുന്നുള്ളൂ എന്നും തൊഴിലാളികളും പറയുന്നു. വരുമാനത്തിലുണ്ടാകുന്ന വലിയ ഇടിവ് നികത്താൻ ആ തുക പര്യാപ്തമാകുന്നില്ല. വരുമാനമില്ല. ഞങ്ങൾക്ക് മുമ്പിലും ബാക്കിലും KSRTC ആണ്. കാരണം എന്ന് വെച്ചാൽ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിട്ട് സ്ത്രീകൾ കയറാൻ തയ്യാറാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ സ്ത്രീകൾ വെയിറ്റ് ചെയ്തിട്ട് ബസ്സിൽ കയറാൻ തയ്യാറാണ്. ഞങ്ങളുടെ ജീവിത രീതി ഞങ്ങൾ ഇനി എങ്ങനെ മുമ്പോട്ട്, ആ ഒരു ചിന്താഗതിയാണ് ഞങ്ങൾക്കുള്ളത്. ഉടമകൾക്ക് പിന്നാലെ തൊഴിലാളികളും അവരുടെ കുടുംബവും ഉൾപ്പെടെ സമരമുഖത്തേക്ക് ഇറങ്ങുമെന്ന സൂചനയും നൽകുന്നുണ്ട്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.